ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വിത്ത് ലവ് മൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അധികം ദൂരെയല്ല, അത്രയധികം അറിയപ്പെടാത്ത ഒരു സ്ഥലത്തേക്കാണ്. അരുവിക്കൽ വാട്ടർഫോൾസിലേക്കും കൊച്ചരിക്കൽ കേവ്സിലേക്കും. അപ്പം എങ്ങനെ യാത്ര തുടങ്ങുമല്ലേ? ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ആദ്യ ഡെസ്റ്റിനേഷനായ അരുവിക്കൽ വാട്ടർഫോൾസിൽ എത്തിയത്. പിറവത്തിനടുത്തുള്ള പാമ്പാക്കുട ജംഗ്ഷനിൽ നിന്ന് കുറച്ചു ദൂരം കൂടി പോയാൽ നമുക്ക് വാട്ടർഫോൾസിനടുത്തെത്താം. എറണാകുളം ജില്ലയിലെ മനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇവിടം ഏറെ മനോഹരമാകുന്നു. 20 രൂപയാണ് എൻട്രി ഫീ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീ ഇല്ല കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലായി ഒരു വെള്ളച്ചാട്ടം. അത്രമേൽ മനോഹരമായ കാഴ്ചയാണിത്. രാവിലെ 8 മണി മുതൽ 6 മണി വരെയാണ് പ്രവേശന സമയം. ഈ കൽപ്പടവുകളെല്ലാം ഇറങ്ങിച്ചെന്നാൽ നാം എത്തുന്നത് വെള്ളച്ചാട്ടത്തിനടുത്തേക്കാണ്. ഇനി പടികളിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു വഴിയും ഇവിടെയുണ്ട്. കുടുംബാംഗങ്ങളോടും കൂട്ടുകാരോടുമൊപ്പം ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണിത്. താരതമ്യേന സുരക്ഷിതമായിട്ടുള്ള വെള്ളച്ചാട്ടമാണിത്. അധികം ആഴമില്ലാത്തതിനാൽ ചെറിയ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അധികം തിരക്കില്ലാത്തതിനാൽ നമുക്കൊരു പ്രൈവസിയും കിട്ടും. വെള്ളച്ചാട്ടത്തിനടുത്തായി വസ്ത്രം മാറുന്നതിനുള്ള സൗകര്യമുണ്ട്. ആവോളം ഈ തണുത്ത വെള്ളത്തിൽ ചെലവഴിച്ച് ഒരു ചൂടുകട്ടൻ കുടിക്കണമെന്ന് തോന്നിയാൽ അതിനും വഴിയുണ്ട്. ഇതിനടുത്തായി ഒരു ചെറിയ ചായക്കട ഉണ്ട് കേട്ടോ. അരുവിക്കൽ വാട്ടർഫോൾസിൽ നിന്ന് 2 കിലോമീറ്റർ പോയാൽ കൊച്ചരിക്കൽ കേവ്സിലെത്താം. ഇടതൂർന്ന പച്ചപ്പിന് നടുവിലായി ഒരു വലിയ കുളവും അതിനടുത്തായി ഒരു കേവും. അങ്ങിങ്ങായി പടർന്നു കിടക്കുന്ന വേരുകളാൽ കവർ ചെയ്യപ്പെട്ട ഒരു ഗുഹ. പിന്നൊരു കാര്യം പറയാൻ വിട്ടോ കേട്ടോ, ഇങ്ങോട്ടുള്ള വഴി ഇച്ചിരി മോശമാണെങ്കിലും ഇവിടെ എത്തിച്ചേർന്നാൽ എല്ലാവർക്കും അതൊരു അനുഭവമായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കും കുടുംബത്തോടൊപ്പം വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വ്ലോഗുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.